അപ്പം ഇന്നലെ നമ്മൾ ഒരു ദാരുണമായ ഒരു യുവാവിൻ്റെ ദാരുണാന്ത്യം വിമിലേഷ് എന്ന് പറയുന്ന കക്കോടി മക്കട സ്വദേശി വിമിലേഷിൻ്റെ ഒരു അപകട മരണം ആ വാർത്ത നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്ന വാർത്താപ്രഭാതം വഴിയാണ് പ്രേക്ഷകരെ ഞങ്ങളെ കാര്യം അറിയിച്ചത്. ചെറുതും വലുതുമായി നിരവധി അപകടങ്ങൾ ആ കോഴിക്കോട് ജില്ലയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് പരിക്കേൽക്കുന്നു, ഒരുപാട് ആളുകളുടെ ജീവൻ പൊലിയുന്നു. എന്തുകൊണ്ട് നമ്മുടെ നിരത്തുകൾ കുരുതിക്കളമാവുന്നതിന് തടയിടാൻ സാധിക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യം ഇപ്പോൾ ബാക്കി നിൽക്കുന്നു. അതിനടുത്തതും ഒക്കെ അപകട വാർത്ത തന്നെയാണ് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. വലിയ മനസ്സുണ്ടായിട്ടൊന്നുമല്ല വായിക്കുന്നത്, പക്ഷേ വാർത്തകൾ അറിയിക്കുക എന്നുള്ളൊരു കടമ നിർവഹിക്കുന്നതെന്ന് മാത്രം. ഇതിൽ അടുത്ത അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ അപകടങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെയുള്ള പാഠമായിട്ട് ഓരോ അപകട വാർത്തകളും നിങ്ങളൊക്കെ മനസ്സിലാക്കുമെന്ന് കരുതുന്നത്. അത് മീഞ്ചന്ത അരടത്തുപാലം മിനി ബൈപ്പാസിൽ മാനാരി വളവിൽ ഇന്നലെ രാത്രി KSRTC ബസ്സിൽ സ്വകാര്യ ബസ് ഇടിച്ച് 42 യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. ഇന്നലെ രാത്രി 8:30 മണിയോടെയാണ് അപകടം നടന്നത്. ഇതിലൊരാളുടെ നില ഗുരുതരമാണ് എന്നതാണ് അറിയിക്കാനുള്ളത്. ആ വാർത്ത കാണാം. മാങ്കാവ് പാലം ഇറക്കത്തിൽ വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് എതിരെ വന്ന ഗുരുവായൂർ കോഴിക്കോട് KSRTC ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സിലെയും യാത്രക്കാരിൽ പലരും ബസ്സിനുള്ളിൽ തെറിച്ചു വീണു. സീറ്റിലും ഇരുമ്പ് കമ്പിയിലും ഇടിച്ചാണ് പരിക്കേറ്റത്. ഓടിക്കൂടിയവരാണ് പരിക്കേറ്റവരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. പരിക്കേറ്റവരിൽ കൂടുതലും സ്വകാര്യ ബസ്സിലെ യാത്രക്കാരാണ്. KSRTC ബസ് ഡ്രൈവറുടെ സീറ്റിന് സമീപമാണ് സ്വകാര്യ ബസ് ഇടിച്ചു കയറിയത്. അപകടത്തെ തുടർന്ന് മീഞ്ചന്ത മുതൽ മാങ്കാവ് വരെ ഗതാഗതം തടസ്സപ്പെട്ടു. പന്നിയങ്കരയിൽ നിന്ന് പോലീസ് എത്തി മാങ്കാവിൽ നിന്നും കല്ലായി ഭാഗത്തേക്ക് ഗതാഗതം തിരിച്ചുവിട്ടു. അപകടത്തിൽപ്പെട്ട ബസ് പിന്നീട് പോലീസ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി. 1 മണിക്കൂറിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. 42 യാത്രക്കാർക്കാണ് പരിക്കുള്ളത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇപ്പം നമ്മൾ അപകട വാർത്തകൾ പറയുന്ന സമയത്ത് ഇനിയും ഒരു അപകട വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. അപ്പം നിരത്തുകൾ കുരുതിക്കളമാകുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കുവാൻ വേണ്ടി എല്ലാ വിഭാഗവും മുൻകൈ എടുക്കണം. അവനവൻ തന്നെ കരുതണം. അശ്രദ്ധ വലിയ അപകടത്തിന് വഴിവെക്കുന്നു. എത്ര തന്നെ നമ്മൾ കരുതി വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞാലും എതിരെ വരുന്നതോ പുറകെ വരുന്നതോ ആയ ആളുകൾക്ക് ആ ഒരു മനസാന്നിധ്യമോ ആ ഒരു ബോധമോ ഇല്ലെങ്കിൽ അപകടങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നത് കൊണ്ട് അപകടങ്ങൾ കുറയുന്നു എന്ന് പറയാതെ വയ്യ. അത് കൃത്യമാണ്. പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് അപകടങ്ങൾക്ക് വലിയ കുറവുണ്ടാക്കാൻ സാധ്യത. പക്ഷേ നമ്മുടെ റോഡുകളുടെ അവസ്ഥ കൂടി നമ്മൾ പരിശോധിക്കണം. മിക്കവാറും റോഡുകളുടെ മോശം അവസ്ഥയും വലിയ അപകടങ്ങൾക്ക് കാരണമാവാറുണ്ട്. അപ്പം എല്ലാം ചേർന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് കിട്ടിയെന്ന രീതിയിലേക്ക് നമ്മളുടെ റോഡുകൾ നമ്മളൊക്കെ മാറുമ്പം അത് വലിയ വിഷമാണ്. അതിനൊക്കെ ഒരു പരിഹാരം വളരെ പെട്ടെന്നല്ലെങ്കിൽ പോലും പതിയെ ഇപ്പോൾ ഒരുപാട് ബോധവൽക്കരണമൊക്കെ വന്നതിന് ശേഷം വലിയ ദുരന്തങ്ങളൊക്കെ നമ്മുടെ നിരത്തുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോയിൻസിഡൻ്റലായിട്ട് ആകസ്മികമായിട്ട് സംഭവിക്കുന്ന ഇത്തരം അപകടങ്ങളെ ചെറുക്കാൻ വേണ്ടി ഫലപ്രദമായൊരു സംവിധാനവും നിലവിൽ ഇതുവരെ ഇല്ല എന്ന് ഖേദത്തോടെ പറഞ്ഞുകൊള്ളട്ടെ.